കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 15 രചന ശാലിനി ഇയെ. ചിലങ്ക എടുത്തു കൊടുത്ത മരുന്നുകൾ കഴിക്കാൻ നദി എതിർപ്പൊന്നും കാണിച്ചില്ല. ഇനി ബാത്റൂമിൽ പോണെങ്കിൽ പോയി വന്ന് കിടന്നോളൂ. ചിലങ്ക അങ്ങനെ പറഞ്ഞതും അവൾ പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. നദി മരുന്ന് കഴിക്കുമ്പോൾ അവൾ അറിയാതെ എടുത്ത ഫോട്ടോ നോക്കുകയായിരുന്നു ചിലങ്കയപ്പോൾ. അവളത് കാർത്തിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടപ്പോഴാണ് കാർത്തി ഫോണെടുത്ത് നോക്കുന്നത്. ചിലങ്ക അയച്ച ഫോട്ടോയിലേക്ക് നോക്കി അവൻ അങ്ങനെ കിടന്നു. കുഞ്ഞോളെ, ഈ ഏട്ടൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നുന്നടി. നീ അറിഞ്ഞില്ലല്ലോ ഞാൻ നിന്നെ കാണാൻ വന്നത്. എൻ്റെ കുഞ്ഞിനി കരയരുത് കേട്ടോ. നിനക്ക് 22 വയസ്സുവരെ അമ്മയോടൊപ്പം കഴിയാൻ പറ്റിയില്ലേ? 7ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടവനാ കുഞ്ഞോളെ നിൻ്റെ ഏട്ടൻ. അന്ന് എത്ര കുഞ്ഞായിരുന്നു ഞാൻ. ഒരു രാത്രി പോലും അമ്മയില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത അത്രയും കുഞ്ഞ്. കരഞ്ഞു കരഞ്ഞ് തളർന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. അന്ന് നീ ജനിച്ചിട്ടില്ല, അമ്മയുടെ വയറ്റിലാ. അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോഴെല്ലാം നിന്നെയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഫീലായിരുന്നു അന്നൊക്കെ. അവസാനമായി അമ്മ എന്നെ കാണാൻ വന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. വലുതായപ്പോൾ എത്ര അന്വേഷിച്ചു എന്നറിയോ? നീ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ അച്ഛനോടാണ് എനിക്ക് ദേഷ്യമേറെ. അമ്മ മരിച്ചതറിഞ്ഞിട്ടും അച്ഛനെന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അവസാനമായി എനിക്ക് അമ്മയെ കാണാനുള്ള ഒരു അവസരം അച്ഛൻ തന്നില്ലല്ലോ. ആ ഒരു ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ല കുഞ്ഞോളെ. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരായിപ്പോയി നമ്മൾ രണ്ടുപേരും. എന്നാലും മോർച്ചറിക്കുള്ളിൽ കിടന്ന് അമ്മയെ എനിക്കൊന്ന് കാണാനുള്ള ഭാഗ്യം ദൈവം തന്നു. അതിലെനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. ഏട്ടന് 10-20 വയസ്സായ സമയം മുതൽ മനസ്സിൽ കടന്നുകൂടിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അല്പനേരമെങ്കിലും അമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് നിൽക്കണമെന്ന്. അന്ന് മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ആഗ്രഹം സാധിക്കാത്തതിൻ്റെ ഒരു നൊമ്പരവും ഈ ഏട്ടൻ്റെ നെഞ്ചിലുണ്ട് കേട്ടോ. കുഞ്ഞോളെന്നാണ് ഏട്ടൻ്റെ അരികിലേക്ക് എത്തുക? എനിക്ക് നിന്നിലേക്കും നിനക്ക് എന്നിലേക്ക് എത്താനുള്ള ദൂരം ഒരുപാടുണ്ടെന്ന് ഈ ഏട്ടനറിയാം. ആലോചിച്ച് എപ്പോഴോ കാർത്തി ഉറക്കത്തിലേക്ക് വീണു. അപ്പോഴും അവൻ്റെ കൺപീലികൾ നനഞ്ഞു തന്നെയിരുന്നു. ഉറക്കം വരാതെ കണ്ണടച്ച് കിടക്കുകയാണ് നദി. കിടക്കാൻ എവിടെയെങ്കിലും ഒരു തരി സ്ഥലം കിട്ടിയാൽ അവിടെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന നദി എവിടെ പോയി എന്ന് അവൾ ഓർമ്മകളിൽ തിരഞ്ഞു. എനിക്കെങ്ങനെയാണ് നദി ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നത്? നാളെ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. ആ വീട്ടിലുള്ളവരെല്ലാം എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ അവരുടെ ഇടയിൽ കിടന്നുറങ്ങില്ലേ? ഇതൊന്നും നല്ല സ്വഭാവമല്ല, മാറ്റാൻ നോക്കിക്കോ. അമ്മയുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മ പോകുമ്പോൾ നദിയുടെ ഉറക്കവും കൊണ്ടുപോയോ? കണ്ണുകൾ ഒന്നടച്ചു തുറന്നപ്പോൾ കണ്ണിൽ തളം കെട്ടി നിന്ന നീർക്കണങ്ങൾ ഒരു കവിളിലൂടെയും ഇരു കവിളിലൂടെയും ഒഴുകി ചെവിയിലേക്ക് എത്തിച്ചേർന്നു. ചെവിക്കുള്ളിൽ അലോസരം തോന്നിയപ്പോൾ പുതപ്പിൻ്റെ അറ്റം കൊണ്ട് അവൾ അത് തുടച്ചു കളഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നില്ലായിരുന്നുവെങ്കിൽ അമ്മയെ തനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് അവൾ ആ നിമിഷം ചിന്തിച്ചു. 3 വർഷം മുൻപുള്ള ജീവിതം തന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ ആയിരുന്നു. പനിയോ മറ്റോ വന്നാലാണ് താനൊന്ന് ഉറക്കമില്ലാതെ കിടക്കുക. അന്നേരം അമ്മ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മയുടെ സ്വരമാതിരി ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കണ്ണുനീർ തുടക്കുംതോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്ത് കിടക്കുന്നവരുടെ താളാത്മകമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഒരു വേള അവളൊന്ന് നോക്കി. ശാന്തമായി ഉറങ്ങുന്ന ചിലങ്കയെ കണ്ടപ്പോൾ എല്ലാം മറന്ന് തനിക്കൊന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഇവരൊക്കെ ആരായിരിക്കും? എന്തിനാണിവർ തന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? അമ്മയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞത് സത്യമാണോ? അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ? താൻ ഇവിടേക്ക് വന്നത് തെറ്റായിപ്പോയോ? അമ്മ എഴുതിയത് എന്ന് പറഞ്ഞ് ആ അങ്കിൾ കാണിച്ചു തന്ന ലെറ്റർ, അതിലെ കയ്യക്ഷരം അത് അമ്മയുടെ തന്നെയല്ലേ? അതെ, അത് അമ്മയുടെ കയ്യക്ഷരം തന്നെയാണ്. ഈ ലോകത്ത് അമ്മ അദ്ദേഹത്തെ ഇത്രമാത്രം വിശ്വസിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കില്ലേ? അമ്മയുടെ കൂട്ടുകാരിയും ഭർത്താവുമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതിയില്ല? കത്തിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. അതിൽ എഴുതിയ ടൈം വരെ അമ്മ കാത്തിരുന്നു.
ആ സമയത്തിന് ശേഷമാണ് അമ്മ എനിക്ക് വിഷം നൽകാൻ തയ്യാറായത്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിശ്വസിക്കാൻ തക്കതായ ഒന്നും കാണുന്നില്ല. എന്നാലും എവിടെയൊക്കെയോ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന പോലെ. എത്രയായിട്ടുണ്ടാവും സമയം? പാതിരാത്രി കഴിഞ്ഞു കാണുമോ? അവൾ പതിയെ എഴുന്നേറ്റ് ജാലകത്തിനരികിലേക്ക് നടന്നു. മെല്ലെ കർട്ടനുകൾ നീക്കി ജാലകവാതിൽ തുറന്നു. പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് അവളെ വന്നു പൊതിഞ്ഞു. ദൂരെ എവിടെ നിന്നോ വരുന്ന പാലപൂത്ത മണം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി. തെളിഞ്ഞ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്. അതിലൊരു നക്ഷത്രം തൻ്റെ അമ്മയായിരിക്കും. അമ്മയുടെ കൂടെ മറ്റൊരു നക്ഷത്രമാവാൻ എനിക്ക് യോഗമുണ്ടായില്ലല്ലോ. അവൾ ജനലൈകൾ നെറ്റി മുട്ടിച്ച് അല്പനേരം കണ്ണുകൾ അടച്ചു നിന്നു. പിന്നെ തലയുയർത്തി ജനലിനുള്ളിലൂടെ താഴേക്ക് നോക്കി. നിലാവിലും മഞ്ഞിലും കുളിച്ചു നിൽക്കുന്ന കോമ്പൗണ്ട്. പെട്ടെന്ന് വെള്ളമിളകുന്ന ശബ്ദം പോലെ അവൾക്ക് തോന്നി. അവൾ ശബ്ദം കേട്ടിടത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. അവിടെ എന്താ, കുളമാണോ? നീല നിറത്തിലുള്ള ഒരു ജലനിരപ്പ് തന്നെയല്ലേ അത്? അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു സ്വിമ്മിംഗ് പൂളാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ ആരോ കുളിക്കുന്നുണ്ടല്ലോ. വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഒരു രൂപത്തെ അവളുടെ മിഴികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ആരായിരിക്കും ഈ പാതിരാത്രിയിൽ കുളിക്കുന്നത്? അതും നല്ല മഞ്ഞുള്ള രാത്രിയിൽ. പെട്ടെന്ന് ആ രൂപം റെയിലിങ്ങിൽ പിടിച്ചും കൊണ്ട് സ്റ്റെപ്പിലേക്ക് കയറി. പിന്നെ കരയിൽ വെച്ച ടർക്കി എടുത്ത് തല തോർത്തി. അതിനുശേഷം ആ രൂപം സ്റ്റെപ്പ് കയറുന്നതാണ് അവൾ കണ്ടത്. അപ്പുറത്തെ റൂമിൻ്റെ ബാൽക്കണിയിലേക്കാണ് ആ സ്റ്റെപ്പ് എന്ന് അവൾക്ക് മനസ്സിലായി. ആ രൂപം ബദ്രിനാഥാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ശരിക്കും ഇത് അയാളുടെ വീടാണോ? അങ്ങനെയാണെങ്കിൽ ഈ അങ്കിളിൻ്റെ മകനാണ് ബദ്രിനാഥ് എന്ന് അമ്മയ്ക്ക് അറിയുമായിരിക്കില്ലേ? അന്ന് ബദ്രിനാഥ് തന്നെ അനുമോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരിയുടെ മകനാണ് എന്ന് അമ്മ പറയാതിരുന്നതെന്തേ? എവിടെയൊക്കെയോ പലതും കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഓരോരുത്തരുടെയും മനസ്സിൽ പുറത്തു പറയാത്ത രഹസ്യങ്ങൾ ഒരുപാടുണ്ടെന്നും അമ്മയുടെ മനസ്സിലുമുണ്ട് ഒത്തിരി രഹസ്യങ്ങൾ. അതിൽ കാൽഭാഗം പോലും അമ്മ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും അവൾ ഓർത്തു. തനിക്ക് മുന്നിൽ അരങ്ങേറുന്നതിൽ ശരിയേത് തെറ്റിയതെന്നറിയാതെ ഒരു നിമിഷം അവളുടെ മനസ്സ് പകച്ചുപോയി. വീണ്ടും അവൾ ആ ജനലൈകളിൽ മുഖം ചേർത്ത് മിഴികളടച്ചു നിന്നു. ഉറക്കം വരുന്നില്ലെങ്കിലും പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് മുഖത്ത് വന്നടിക്കുമ്പോൾ എന്തോ ഒരു സുഖം അവൾക്ക് അനുഭവപ്പെട്ടു. അകലിൽ നിന്നും കോഴികൾ കൂവുന്നത് കേൾക്കുന്നുണ്ട്. സമയം പുലരാറായോ? കോഴികൾ അലാറം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ണുകൾ അടച്ചങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ കാതിൽ ഇമ്പമുള്ള ഒരു സ്വരം ഒഴുകിയെത്തി. സരിഗമപ തനി സനി തപ മാസ്ഗരി. നദി പെട്ടെന്ന് മിഴികൾ തുറന്ന് ആ സ്വരത്തിലേക്ക് കാതോർത്തു. സപ്തസ്വരങ്ങളുടെ ആരോഹണവും അവരോഹണവും പാടുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് അമ്മയുടെ മുന്നിലിരുന്ന് പാടുന്നത് ഓർമ്മ വന്നു. ഉള്ളിൽ സംഗീതം വന്ന് നിറഞ്ഞപ്പോൾ ക്ഷണനേരം കൊണ്ട് അവളുടെ സങ്കടങ്ങളെല്ലാം ദൂരീകരിച്ചതുപോലെ. കർണാടക സംഗീതത്തിൽ ഒരു ഗണപതി സ്തുതിയാണ് ഇപ്പോൾ അവളുടെ കർണപുടത്തിൽ അലയടിക്കുന്നത്. മനോഹരമായ താളത്തോടെ ആ സ്തുതി ഒഴുകി വരുമ്പോൾ അവളുടെ ചുണ്ടുകളും ചലിച്ചു തുടങ്ങി. മനസ്സിൽ സംഗീതം മാത്രമായി. ഒരു സ്വപ്നാടകയെപ്പോലെ അവളുടെ കാലുകൾ പുറത്തേക്ക് ചലിച്ചു. മനസ്സും ശരീരവും ആ സംഗീതത്തിൻ്റെ ഉറവിടത്തിലേക്ക് എത്തുവാൻ വല്ലാതെ കൊതിച്ചു. 3-ാം നിലയിലേക്കുള്ള ഗോവണി കയറിയത് അവൾ പോലും അറിഞ്ഞില്ല. നദി കയറി ചെന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. അവിടെ കിഴക്കോട്ട് തിരിഞ്ഞ് ചമ്രം പടിഞ്ഞിരിക്കൊണ്ട് വലതു കൈകൊണ്ട് തുടയിൽ താളം പിടിച്ച് സ്വയം മറന്ന് പാടുകയാണ് ബദ്രി. ഒരു അരണ്ട വെളിച്ചം മാത്രമാണ് ഹാളിനുള്ളിൽ. അവനിരിക്കുന്നതിൻ്റെ കുറച്ചു മാറി ഒരു തൂണിൽ ചാരിക്കൊണ്ട് നദി നിന്നു. ഒപ്പം മിഴികൾ അടച്ചും കൊണ്ട് അവൻ പാടുന്ന വരികൾ ശബ്ദം കുറച്ച് അവളും പാടുന്നുണ്ട്. ഒരു നേരം അവൻ മിഴികൾ തുറന്നതും മുന്നിലുള്ള കാഴ്ചയിൽ സ്വരം പെട്ടെന്ന് നിന്നുപോയി. അവൻ്റെ സ്വരം നിന്നതറിയാതെ അവൾ പിന്നെയും പാടുകയായിരുന്നു. ബദ്രിയുടെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് വിടർന്നു. അവൻ കണ്ണിമ വെട്ടാതെ അവൾ പാടുന്നത് നോക്കിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൻ കൈകൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാക്കി. നദിയൊരു ഞെട്ടലോടെ മിഴികൾ തുറന്നു. മുന്നിൽ
അവളെ തന്നെ നോക്കി നിൽക്കുന്ന ബദരിയെ കണ്ടതും പെട്ടെന്ന് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായി. അവൻ കൈമാടി അവളെ അരികിലേക്ക് വിളിച്ചു. കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നിട്ട് അവൾ തിരികെ നടന്നു. താഴേക്കുള്ള സ്റ്റെപ്പിറങ്ങുമ്പോൾ അവൾക്ക് അവളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മനസ്സിലെ വിങ്ങലുകളെ എത്ര പെട്ടെന്നാണ് സംഗീതം മാറ്റി നിർത്തിയത്. അല്പനേരത്തേക്ക് താൻ എല്ലാം വിസ്മരിച്ചു പോയില്ലേ. ഒരിക്കലും തന്നെ വിട്ടുപോവില്ലെന്ന് കരുതിയ ആത്മാവിൻ്റെ വേദന എത്ര പെട്ടെന്നാണ് അകന്നു നിന്നത്. സംഗീതം അസുഖങ്ങളെ മാറ്റുമെന്ന് പറയുന്നത് വെറുതെയല്ല. തളർന്നു കിടക്കുന്നവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കരുത്തുണ്ട് സംഗീതത്തിന്. പലതും ചിന്തിച്ച് നദി 2ാം നിലയിലേക്ക് ഇറങ്ങുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ചിലങ്കയെയാണ് കണ്ടത്. നദിയെ കണ്ടതും അവൾ ഒരു ആശ്വാസത്തോടെ നിശ്വസിച്ചു. നദി, നീ എവിടെയായിരുന്നു? ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിന്നെ കണ്ടില്ല. പേടിച്ചു പോയിട്ടോ. ഈ നിലയിൽ എവിടെയും തിരയാൻ ബാക്കിയില്ല. താഴോട്ട് പോയിട്ടുണ്ടാകും എന്ന് കരുതിയ താഴേക്കിറങ്ങിയത്. മുകളിലേക്ക് പോകുമോ എന്ന ചിന്തയില്ലായിരുന്നു. ടെൻഷനോടെയുള്ള ചിലങ്കയുടെ ചോദ്യവും കേട്ടപ്പോൾ നദിക്ക് ആകെ വല്ലായ്മ തോന്നി. എനിക്ക് ഉറങ്ങാൻ തീരെ പറ്റിയില്ല ചേച്ചി. എത്ര നേരം ജനലരികിൽ പോയി നിന്നു എന്ന് എനിക്കറിയില്ല. നെഞ്ചിന് വല്ലാത്ത ഭാരം തോന്നി. മനസ്സു പിടച്ചെടുത്ത് കിട്ടുന്നില്ല. അപ്പോഴാണ് ആരോ പാട്ട് പാടുന്നത് പോലെ തോന്നിയത്. പരിചയമുള്ള വരികളായതുകൊണ്ട് എൻ്റെ മനസ്സ് അങ്ങോട്ട് പായണമെന്ന് തോന്നിയതും ഞാൻ പോലും അറിയാതെയാണ് അവിടേക്ക് പോയത്. സത്യം പറയാലോ, കുറച്ചു നേരം എൻ്റെ വിഷമങ്ങൾ ഒന്നും ഞാൻ അറിഞ്ഞില്ല. മനസ്സിങ്ങനെ നൂല് പൊട്ടിയ പട്ടം പോലെ പറക്കുകയായിരുന്നു. ക്ഷണികമാണെങ്കിലും വേദനകളിൽ നിന്നൊരു മോചനം. അത് പറഞ്ഞതും അവൾ മുഖം പൊത്തി ഉറക്കെ കരഞ്ഞിരുന്നു. ചിലങ്ക അവളെ പെട്ടെന്ന് തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സാരില്ല, കരയണ്ട. ഏട്ടൻ സാധകം ചെയ്യുന്നത് പോയി കണ്ടല്ലേ. മനസ്സിന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഏട്ടനൊപ്പമിരുന്ന് പാടാമായിരുന്നില്ലേ നദി? ചിലങ്ക അങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കിയത് സ്റ്റെപ്പിൻ്റെ താഴത്തെ പടിയിൽ നിന്നും കൊണ്ട് തങ്ങളുടെ നേർക്ക് നോക്കുന്ന ബദ്രിയെയാണ്. കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം തുടരും.